ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഗോതമ്പ് പായസമാണ്. ഈ ഒരു ഗോതമ്പ് പായസം തയ്യാറാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഇന്നത്തെ ഗോതമ്പ് പായസം തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഉപ്പുമാവ് തയ്യാറാക്കുന്ന ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ഗ്ലാസ് അളവിലാണ് എടുത്തിട്ടുള്ളതും. ഇനി ഈ ഗോതമ്പ് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം വേവിച്ചെടുക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റാം. ഒരു ഗ്ലാസ് ഗോതമ്പിന് 2 ഗ്ലാസ് എന്ന അളവിൽ വെള്ളവും 1 സ്പൂൺ അളവിൽ നെയ്യും 1 നുള്ളുപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ശേഷം ഒറ്റ വിസിലടിപ്പിച്ചെന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾ എടുക്കുന്ന ഗോതമ്പ് വലിപ്പമുള്ളതാണെങ്കിൽ ഒരു 3-4 വിസിൽ കൊണ്ട് വേണം നമുക്ക് വേവിച്ചെടുക്കാനായിട്ടും. ഗോതമ്പ് വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു 350 ഗ്രാം ശർക്കര 1/2 ലിറ്റർ വെള്ളത്തിൽ ഒന്ന് ഉരുക്കിയെടുക്കണം. കൂടെ തന്നെ ഇതുപോലെ ഒരു അരമുറി നാളികേരം തിരുമ്മി പാല് കൂടെ പിഴിഞ്ഞു വെക്കണം. ഇന്നത്തെ ഈ ഒരു പായസം തയ്യാറാക്കാനായിട്ട് ഒരുപാട് സ്റ്റെപ്പുകളൊന്നും തന്നെ ഇല്ല. 1 ഗ്ലാസ് 1-ാം പാലും 2 ഗ്ലാസ് 2-ാം പാലുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളതും. അങ്ങനെ ഒറ്റ വിസിൽ കൊണ്ട് തന്നെ നമ്മുടെ ഗോതമ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി വേവിച്ചെടുത്തിട്ടുള്ള ഗോതമ്പിലേക്ക് ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കര ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഗോതമ്പിലേക്ക് മധുരം പിടിച്ചു കിട്ടാനായിട്ട് ഒന്ന് തിളപ്പിച്ചു കൂടി എടുക്കണം. തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് 1 കൈപ്പിടിയോളം നാളികേരം തിരുമിയത് കൂടി ചേർക്കണം. ഇനി ഒരു 5 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് 2 സ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് തിളച്ചു കഴിഞ്ഞാൽ 2 ഗ്ലാസ് 2-ാം പാൽ ഒഴിച്ച് നല്ലതുപോലെ ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കാം. 2-ാം പാലും ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വന്നാൽ പിന്നെ നമുക്ക് 1 ഗ്ലാസ് 1-ാം പാലും കൂടി ചേർത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി പായസത്തിന് നല്ലൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കപ്പൊടി കൂടെ ചേർത്ത് ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു താളിപ്പ് കൂടെ ചെയ്തെടുക്കാനായിട്ട് ഒരു താളിപ്പ് ചട്ടിയിലേക്ക് 50 ഗ്രാം അളവിൽ നെയ്യും കുറച്ച് നാളികേര കുത്തും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പായസത്തിലേക്ക് ചേർക്കാം. ഞാനിവിടെ നാളികേര കൊത്താണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിലേക്ക് റേസിൻസോ ക്യാഷ്യൂസോ എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അങ്ങനെ ആർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഗോതമ്പ് പായസം ഇവിടെ റെഡിയാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ.